സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. DJ പാർട്ടികൾക്കും സ്മോക്ക് പാർട്ടികൾക്കും പുറമെ ഷൂട്ടിംഗ് സെറ്റുകളിലും കാരവാനിലും വരെയും ലഹരി ഉപയോഗം പുറത്തു വരികയാണ്. എന്നാൽ എന്താണ് ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിനും എക്സൈസിനും സാധിക്കാത്തത്? സിനിമാ മേഖലയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ സിനിമാ സംഘടനകൾ തന്നെ പരസ്യമായി രംഗത്ത് വരുമ്പോഴും നമ്മുടെ പോലീസോ എക്സൈസോ ഒരു പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല. മലയാള സിനിമാ മേഖലയിൽ നിന്ന് ലഹരി മണക്കുന്ന കഥകൾ പുറത്തുവരുന്നത് ആദ്യമല്ല. കഞ്ചാവിന്റെ ലഹരി മൂത്തപ്പോൾ മരടിലെ ഫ്ളാറ്റിൽ അയൽവാസിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തിരക്കഥാകൃത്ത് മുഹമ്മദ് ഷാഹിർ പോലീസ് പിടിയിലായത് 2014 ഫെബ്രുവരി 28-നാണ്. ഇയാളിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. കേസിൽ പ്രതിക്ക് 3.5 വർഷം തടവ് ശിക്ഷയാണ് ലഭിച്ചത്. ജനുവരി 30-നായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയെയും 4 യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ കൊക്കൈൻ ഉപയോഗത്തിനിടെ പോലീസ് പിടികൂടിയത്. 2 മാസം ജയിലിൽ കഴിഞ്ഞ ഷൈൻ പിന്നീട് പുറത്തിറങ്ങി. തനിക്കെതിരായ കേസിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നു എന്നാണ് അന്ന് താരം പരാതിപ്പെട്ടത്. നടി അശ്വതി ബാബുവിനെ MDMA-യുമായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടിയുടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച ലഹരി പാർട്ടികൾ നടക്കുന്നതായി പോലീസിന് നേരത്തെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു. പിന്നീട് കഞ്ചാവ് കേസിലും ഇവർ ഉൾപ്പെട്ടു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അശ്വതി ബാബു ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കരകയറിയതായ വിവരവും പിന്നീട് പുറത്തു വന്നിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ കഞ്ചാവ് ഉപയോഗിച്ച യുവനടൻ മിഥുൻ നളിനി 2019-ൽ അറസ്റ്റിലായിരുന്നു. ക്യാമറാമാനായ ബംഗളൂരു സ്വദേശി വിശാൽ ശർമ്മയും കേസിൽ അറസ്റ്റിലായി. അഭിനയത്തിന്റെ ക്ഷീണം തീർക്കാൻ പതിവായി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായാണ് അന്ന് ഇവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. കൊച്ചി നഗരത്തിൽ ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന സംഘത്തലവനൊപ്പം സിനിമാ നടൻ അറസ്റ്റിലായത് അടുത്തിടെയാണ്. തൃശൂർ അരണാട്ടുകര സ്വദേശി നിധിൻ ജോസാണ് പിടിയിലായത്. വാഗമൺ ലഹരി പാർട്ടിയിലും കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിലുമൊക്കെ സിനിമാ മേഖലയിലെ ലഹരി മരുന്ന് ഉപയോഗവും ചർച്ചയായെങ്കിലും കാര്യമായ അന്വേഷണമുണ്ടായില്ല. ഏതാനും വർഷം മുമ്പ് വാഴക്കാലയിലെ ഫ്ളാറ്റിൽ 11 കോടിയുടെ ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിലും സിനിമാ മേഖലയിലെ ലഹരി വിപണനം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ടീച്ചർ എന്നറിയപ്പെട്ടിരുന്ന സുസ്മിത ഫിലിപ്പാണ് അന്ന് പിടിയിലായ ഒരാൾ. ഇവരുടെ ഇടപാടുകാരിൽ പല പ്രമുഖ നടന്മാരും ഉണ്ടെന്ന സൂചനകൾ അന്ന് പുറത്തു വന്നിരുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിയെ ED അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലും സിനിമാ മേഖലയിലെ ലഹരി വ്യാപാരം വ്യാപക ചർച്ചയായി. ചില യുവനടന്മാർ ലഹരി ഉപയോഗിച്ച് ഷൂട്ടിംഗ് സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദങ്ങൾ. നിർമ്മാതാക്കൾ അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എങ്കിലും കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നില്ലെന്നാണ് പോലീസിന്റെയും എക്സൈസിന്റെയും വാദം. അതേസമയം അധികൃതർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ടെങ്കിലും മറ്റ് സമ്മർദ്ദങ്ങൾ കാരണമാണ് നടപടി ഉണ്ടാകാത്തതെന്നും ആക്ഷേപമുണ്ട്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ ഔദ്യോഗികമായി പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നു. മയക്കുമരുന്നിന്റെ സ്വാധീനം സിനിമാ രംഗത്ത് ചിലയിടത്തൊക്കെ കാണുന്നു. ആ പ്രശ്നം ഉന്നയിക്കുന്നു. അപ്പോൾ അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവരുടെ സംഘടന അത് പരിശോധിച്ചില്ല. പരിശോധിച്ച് 2 പേർക്ക് താൽക്കാലികമായ വിലക്കാണലും ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ സംഘടന എടുത്ത തീരുമാനത്തോട് ഒപ്പമാണ് നമുക്ക് നിൽക്കാൻ പറ്റും. അവരാ തെറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അവർ സിനിമാ രംഗത്ത് അവർ സജീവമാകുന്നതിനുള്ള ആ രീതിയിലല്ല. കൊച്ചിയിലെ ലഹരി മാഫിയയുടെ ശൃംഖലയ്ക്ക് സിനിമാ മേഖലയിൽ ആഴത്തിൽ വേരുകളുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ പോലീസും എക്സൈസും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, News 18.